ഹായ്, അപ്പോൾ നമ്മളുള്ള ഓമശ്ശേരി കാതിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ. ഇത് പ്രൈമർ അടിക്കാൻ കേട്ടോ. ഇത് മൊത്തത്തിൽ അടിക്കാണ്, പെയിന്റ് അടിക്കാൻ കേട്ടോ. ഇന്നത്തെ വർക്ക് ഇതാണ്. ഇവിടെ മൊത്തത്തിൽ അവിടെ അറ്റത്ത് നമ്മളെ ജ്യോതിബാസ് ഉണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്, വിനോദ് ഉണ്ട്, പുത്തൂർ പണിക്കുള്ള വിനോദ് ഉണ്ട് കേട്ടോ അവിടെ. ഇതൊരു വയനാട്ടുകാരുണ്ട് കേട്ടോ. എവിടെ സ്ഥലം? കമ്പളക്കാട്ടിൽ നിന്ന് വന്നാട്ടോ. ഇത് രാവിലെ അവിടുന്ന് വന്നാണ്, കമ്പളക്കാട്ടിൽ നിന്ന് വന്നാട്ടോ. നമ്മളിതിന്റെ പെയിന്റിങ് നടത്തുന്നത് ഇവിടെ മൊത്തത്തിൽ. ഇവിടെ നമ്മളെ പൂനമാടുന്ന ടീം ഉണ്ട് കേട്ടോ. പൂനമാടുന്ന ടീമിന്റെ പെയിന്റിങ് നടത്തിയിട്ട് വെൽഡിങ് മുകളിൽ നമ്മളെ ടാങ്കിന് വേണ്ടി വെൽഡിങ് ഉണ്ട്. അതൊക്കെ പെയിന്റ് അടിക്കാതാട്ടോ. ഇത് മൊത്തമായിട്ട് പെയിന്റ് അടിക്കാതാ. കണ്ടില്ലേ, ഈ സ്ഥലം മുഴുവൻ പെയിന്റ് അടിക്കാതാട്ടോ. ആദ്യം ഫസ്റ്റ് നമ്മൾ അപ്പോസിറ്റ് അടിക്കണം കേട്ടോ. മുകളിൽ ഫസ്റ്റ് ഇവിടെ നീട്ടിന് അടിക്കും മൊത്തത്തിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പെയിന്റ് അടിക്കുക കേട്ടോ. ഇവിടെ വെൽഡിങ്ങുകാരുണ്ട്, അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. വർക്ക് മുകളിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി അടിക്കുന്ന ഓരോ വീഡിയോ നമ്മളെ അടുത്തതിൽ കാണിക്കാം. നമ്മളെ കൂടെ നമ്മളെ കൂടുണ്ട് കേട്ടോ. ക്യാമറമാനാണ് ഇതൊക്കെ കുടു, കണ്ടില്ല. അപ്പോൾ ഞങ്ങളിത് പണി തുടങ്ങാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോസി പെയിൻറ്റ് ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടോ പെയിൻറ്റ്? ഇത് അപ്പോസി പെയിൻറ്റ് കൊണ്ടുവന്നതാണ്. ടിന്നറുണ്ട്, രണ്ട് ടിന്നർ കൊണ്ടുവന്നതിന്. അപ്പോൾ ടിന്നർ വെച്ച് അത് ലൂസാക്കാം കേട്ടോ. അപ്പോസി ലൂസാക്കാണ്. നല്ല ലൂസ് വേണം, മറ്റേ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. പെയിൻറ്റ് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതിൻ്റെ ലൂസ് ഉണ്ടെങ്കിൽ അടിക്കാൻ സുഖമുണ്ട്. അപ്പോൾ രണ്ടാൾക്കാർ ലൂസാക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ കുടു, ഒന്ന് വിനോദും. അപ്പോൾ ലൂസാക്കിയിട്ട് എങ്ങനെ അടിക്കണം നോക്കട്ടോ. നമ്മളെ ജ്യോതിബാസ് ഇവിടെ വരുന്നുണ്ട്, എന്താ മേസരി ഇവിടെ വരുന്നുണ്ട് ഒരാൾ, ജ്യോതിബാസ്. വയനാട്ടുകാരെ ഇവിടെ വരുന്നുണ്ട് ഒരാൾ. അതിനാ പോകണ്ടോ? കാലം പോകണ്ടോ? പോണില്ല, അത് റിസ്ക് അല്ലേ. അത് ഇവിടെ മെഷീന് വലിയ വണ്ടി കൊണ്ടുവന്നിട്ട്, നമ്മളെ വലിയ ടാങ്കർ വണ്ടി കൊണ്ടുവന്നിട്ട് പൊട്ടി സ്പ്രേ ചെയ്തിന് കേട്ടോ. ചുറ്റോടിച്ചു ആ സ്പ്രേ ചെയ്തത് ഒന്നായിട്ട് ഈ കമ്പിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ടല്ലേ. ഈ കമ്പിൻ്റെ മുകളിൽ ഒന്നായിട്ടായിരുന്നു. അത് വരുതി പൂക്കാണ്. അത് വരുതി പൂക്കിയിട്ട് നമ്മൾ രണ്ടാമത് നമ്മൾ അപ്പോസി അടിക്കണം. പിന്നെ മുകളിലടിച്ചാൽ പിന്നെ പൊളിഞ്ഞിങ്ങനെ പോരും. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അത് വരുതി പോക്കാണ്, കുറേ വരുതി പോക്കാണ്. ഇതൊക്കെ വരുതി പോക്കി കേട്ടോ. ഇതിനോട് മൊത്തത്തിൽ വീട് മൊത്തത്തിൽ മെഷീൻ കൊണ്ട് അടിച്ചാട്ടോ. നമ്മൾ സ്പ്രേ വണ്ടിക്ക് വന്നിട്ട് മൊത്തമായിട്ട് അടിച്ചാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇതിൽ എന്താ പറയുക പ്രത്യേകത, ഇവിടെ വൈറ്റ് സിമെൻറ്റ് പോലെ ആ വണ്ടിക്ക് വന്നിട്ട് അടിക്കുന്നുണ്ടല്ലോ. അതൊന്നായിട്ട് കമ്പിയിലൊന്നായിട്ടായിരുന്നു. ഇല്ല ഇത് ചുരണ്ടി പോക്കിയിട്ടാണ് നമ്മൾ പെയിന്റ് അടിക്കാൻ. വൈറ്റ് സിമെന്റ് അടിക്കാർ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, വൈറ്റ് സിമെന്റ് ആരാച്ചാ അടിക്കുന്ന പോലെ ശ്രദ്ധിക്കണം കേട്ടോ. അടിയിൽ നിന്ന് ഗണ്ണ് വെച്ചിട്ട് 7 മീറ്റർ വരെ അടിക്കാർക്ക് പണി ഉണ്ടാക്കരുത്. ഗണ്ണ് 7 മീറ്റർ വരെ ഗണ്ണ് ഒതുക്കെത്തും അടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അടിച്ചതാണ്. ഈ വീട് മൊത്തം അങ്ങനെ മെഷീൻ കൊണ്ട് അടിച്ചത്. അപ്പോൾ അത് മൊത്തത്തിൽ എല്ലായിടത്തും എല്ലാ കമ്പിൻ്റെ മുകളിലും വൈറ്റ് സിമെൻറ്റാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ് നമ്മൾ പ്രൈമർ അടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരതി പോക്കണം. അത്രയും റിസ്ക്. അത് ചുറ്റോടിച്ചത് അങ്ങനെ. ഇന്ന് രാവിലെ മുതൽ അവിടുന്ന് ഒരതിൽ തുടങ്ങി. ആ അറ്റത്തുനിന്ന് മുതൽ ഒരതിൽ തുടങ്ങി. ആ ഭാഗത്ത് പെയിൻ്റ് അടിക്കുന്നുണ്ടല്ലോ, അവിടെ പെയിൻ്റ് അടിച്ചിങ്ങനെ പോകുന്നുണ്ട്. കണ്ടതാ, ഇതൊക്കെ ഒരതിപ്പോൾ ഇങ്ങനെ ക്ലിയർ ആക്കി വരിക. ഈ സൈഡിൽ നിന്നും അടി ഒക്കെ ഉണ്ടാക്കണേ. ഇതിൽ അടി കയറാൻ അങ്ങേ അറ്റത്ത് ഭയങ്കര ആയാണ്. അപ്പോൾ ഈ വക്കത്തിൽ നിന്നിട്ടാണ് പരിപാടി. ചുരണ്ടി ഒഴിവാകും. ഇപ്പോൾ വൈറ്റ് സിമെന്റുകാർ തരുന്ന പണിയാണ് 8ൻ്റെ പണി പെയിൻ്റ് അടിക്കാർക്ക്. അപ്പോൾ ഓരോന്ന് ശ്രദ്ധിക്കരുത്, ഓരോല്ലാതെ പണി എടുക്കരുത്. അല്ലെങ്കിൽ ഇത്ര എന്ത് റിസ്ക്കാരോ. ഒരിക്കൽ നമ്മൾ ഇതടിച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം 2ാം പണി വരിക. ഒരിക്കൽ അപ്പോസി അടിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത് ചുരണ്ടിയിട്ട് അടിക്കേണ്ട ഗതി വന്നില്ലേ. ആദ്യമൊക്കെ അത്ര ഇതാണ്, പൈസ ലാസായി പോകുമല്ലോ. രണ്ടാമത് നമ്മൾ അപ്പോസി ചെയ്യാണ്. കണ്ടില്ല, അവിടെ അപ്പോസി കലക്കണം. അപ്പോസി കലക്കി പിന്നെ നമ്മൾ അടിക്കുകയാണ് മൊത്തത്തിൽ. അവിടെ അടിക്കുന്നുണ്ട്, കുടു അടിക്കുന്നുണ്ട് അറ്റത്ത്.
കണ്ടില്ല ഇവിടെ കലക്കണ് ഇങ്ങോട്ട് ഇവിടെ അടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആക്കണ് വയനാട്ടുകാരനാക്കണ് അവിടെ മുകളിൽ ഇത് അവിടുന്ന് അങ്ങോട്ട് സ്പ്രേ ചെയ്താ ഈ ചുമര് നേരെ മേലെ വരെ സ്പ്രേ ചെയ്താണ് കണ്ടില്ലേ. അവിടെ അതിന് മുകളിൽ വരെ നിറച്ചും വൈറ്റ് സിമെൻ്റാണ്. അപ്പോൾ വയനാട്ടുകാർ ചേർന്നിട്ടുണ്ട്. അവിടെ സിജീഷ് ഇൻട്രസ്റ്റ് പണി എടുക്കുന്നുണ്ട്. സിജീഷിൻ്റെ പണിക്കാരവിടെ പണി ചെയ്യുന്നുണ്ട്. മലയാളിച്ച് അവിടെ മാറിക്കുന്നു ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞങ്ങളെ വർക്ക് ഞങ്ങൾ തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൊത്തം പെയിൻ്റ് അടിക്കാനുള്ള കേട്ടോ. ഇതിങ്ങനെ ഇതാണ് മൊത്തം. അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റിൻ്റെ പണിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അവിടുന്ന് തൊട്ടിട്ട് ഇതിലെങ്ങനെ ഈ ഭാഗത്തൊക്കെ കേട്ടോ അങ്ങനെ ചെയ്യാനുള്ള കേട്ടോ. ഇത് ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ അടിച്ച് മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ടോ. ഇവിടെ ഈ ഭാഗമൊക്കെ അപ്പൂഷ് അടിച്ചിട്ട് നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിക്കുന്നുണ്ട് രണ്ടുപേരും അവിടെ. ഈ ഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ, ക്ലിയർ ചെയ്തിന്. ഇനി അപ്പുറത്തെ സൈഡ് ആ മുകളിലെ കൂമ്പാരം അടിക്കാനുണ്ട്. മുകളിലുള്ള ഒരു വെള്ളത്തിൻ്റെ ടാങ്കാണ്, അത് അടിക്കാണ്ട്. ഇത് ഒരതി ഉണ്ടാക്കലാണ് കുറേ പണി. അധികാരം വൈറ്റ് സിമെൻറ്റിൻ്റെ ആൾക്കാർ നമുക്കൊരു പണി നല്ലതാണ്. ഓക്കെ, വൈറ്റ് സിമെന്റ് ഗണ്ണുകൊണ്ട് അടിച്ചിട്ട് ചെയ്യുന്ന പരിപാടി ആകെ കൊളാക്കി. കണ്ടില്ലേ ആ ഗ്രില്ലിൽ മൊത്തം തന്നെ നന്നായിട്ട് അടിച്ചിട്ട് കൊളാക്കി. മൊത്തം ചുരണ്ടി കളയണം, കണ്ടില്ലേ. അമ്മമാരൊക്കെ ഇവിടുത്തെ പണിക്കാരാ കണ്ടില്ലേ, മൊത്തം അടിച്ച് കൊളാക്കി. അല്ലെങ്കിൽ ഇവിടെ ഒരു കിലോന് 2 കിലോ ലൂസ് പായ് വാങ്ങിയിട്ട് അതിങ്ങാണ്ട് ലൂസ് പായ് വാങ്ങിയിട്ട് കെട്ടിയാലും മതി. മാസ്കിൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിയിട്ട് അത് കെട്ടിയാൽ മതി. ഒന്നായിട്ട് മാസ്കിൻ ടാപ്പ് ഉപയോഗിച്ച് കെട്ടിയാലും മതി. അല്ല ഒന്നായിട്ട് ആകെ കുളക്കി. ഇത് ചുരണ്ടി കളഞ്ഞിട്ട് നമുക്ക് അപ്പൂഷ് ചെയ്യണം. ഓരോരുത്തർ ചെയ്യുന്ന പരിപാടിയാണ്. എട്ടിൻ്റെ പണി തരണം. അപ്പോൾ നമ്മളൊക്കെ മൊത്തം മൊത്തം ക്ലിയർ ആക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി നാളെ ഇതിനപ്പുറം കാണിക്കാം. ഓക്കെ.